ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മതാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയ ശ്ലോകം ധന്യോഹം കൃതകൃത്യോഹം വിമുക്തോഹം ഭവഗ്രഹാത് നിത്യാനന്ദസ്വരൂപോഹം പൂർണോഹം ത്വദനുഗ്രഹാത്. അങ്ങനെ തൻ്റെ മനോനിലയെ ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു. ഞാൻ എല്ലാത്തിൽ നിന്നും എല്ലാതരം ബന്ധങ്ങളിൽ നിന്നും മോചിതനായിരിക്കുന്നു, ഭവസാഗരത്തിന്റെ പിടിയിൽ നിന്നും മോചിതനായിരിക്കുന്നു അങ്ങയുടെ അനുഗ്രഹം മൂലം എന്ന് പറഞ്ഞു. വീണ്ടും ശിഷ്യൻ തൻ്റെ മനോനിലയെ ഒന്നുകൂടെ ഭഗവാനോട് പറയുകയാണ്, ഗുരുവിനോട് പറയുകയാണ്. കാരണം അവസാനം ഒരു ദ്വൈതം ബാക്കിയുണ്ട്. എന്താണത്? ഗുരു ശിഷ്യൻ എന്നുള്ള അവിടെ രണ്ടുണ്ടല്ലോ, ഗുരു ഒന്ന്, ഗുരു വേറെ ശിഷ്യൻ വേറെ എന്നുള്ള ആ ഒരു ദ്വൈതവും കൂടെ ഉണ്ട്. അവസാന ദ്വൈതം അതാ ഗുരു ശിഷ്യ സംബന്ധമാണ്. അപ്പോ അതും കൂടെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ജീവബ്രഹ്മ ഐക്യം എന്ന് പറഞ്ഞ രീതിയിൽ വരുമ്പോൾ ഇവിടെ ദ്വൈതം വരാൻ പാടില്ല. അപ്പോൾ ആ മനസ്സിനെ അങ്ങനെ ഗുരുവിൽ സമർപ്പിച്ചുകൊണ്ട് പറയുകയാണ് ഇനി അടുത്ത ഭാഗം. എന്താണ്? നമുക്ക് ശ്ലോകം നോക്കാം. സ്വാരാജ്യ സാമ്രാജ്യ വിഭൂതിരേഷ സ്വാരാജ്യ സാമ്രാജ്യ വിഭൂതിരേഷ ഭവത്കൃപാ ശ്രീ മഹിത പ്രസാദാത് ഭവത്കൃപാ ശ്രീ മഹിത പ്രസാദാത് പ്രാപ്താമയാ ശ്രീ ഗുരവേ മഹാത്മനേ പ്രാപ്താമയാ ശ്രീ ഗുരവേ മഹാത്മനേ നമോ നമസ്തേസ്തു പുനർനമോസ്തു നമോ നമസ്തേസ്തു പുനർനമോസ്തു. സ്വാരാജ്യ സാമ്രാജ്യ വിഭൂതിരേഷ ഭവത്കൃപാ ശ്രീ മഹിത പ്രസാദാത് പ്രാപ്താമയാ ശ്രീ ഗുരവേ മഹാത്മനേ നമോ നമസ്തേസ്തു പുനർനമോസ്തു. എന്താ ശിഷ്യം പറയുന്നേ? ഇവിടുത്തെ ഒരു പ്രധാന കാര്യം ഗുരുവിന്റെ അനുഗ്രഹത്തെ അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത്. ഗുരുനാഥന്റെ അനുഗ്രഹത്തെ സ്മരിക്കുന്നു. ലഭിച്ച സൗഭാഗ്യത്തെ വീണ്ടും ഭംഗിയായിട്ട് വർണ്ണിക്കുകയാണ്. എന്ത് സൗഭാഗ്യമാണ് ഗുരുവിൽ നിന്ന് ലഭിച്ചേ, അങ്ങയിൽ നിന്ന് എനിക്ക് എന്താണ് ലഭിച്ചേ എന്നുള്ളത് വീണ്ടും ഭംഗിയായിട്ട് വർണ്ണിക്കുകയാണ്. സ്വാരാജ്യ സാമ്രാജ്യ വിഭൂതിരേഷാം. സ്വാരാജ്യ സാമ്രാജ്യ വിഭൂതി ഏഷ. ഏഷ വിഭൂതി. ഏഷ സാമ്രാജ്യ സ്വാരാജ്യ സാമ്രാജ്യ വിഭൂതി. ഏഷ ഈ വിഭൂതി മഹിമ. എന്താണ് ഇവിടെ മഹിമ ഉണ്ടായേ? മനസ്സിലെ മാറ്റമാണ് ഇവിടെ മഹിമ ഉണ്ടായേ. ഒരു വലിയ പെരുമയാണ് ഉണ്ടായ മനസ്സിന്. വിഭൂതി മനസ്സിലെ മാറ്റം, പരിവർത്തനം. മനസ്സിൽ ഒരുപാട് അല്ലെ പരിവർത്തനം കൊണ്ടാണല്ലോ അങ്ങനെ ആയ. മനസ്സിലിപ്പോ എന്താണ്? ഇപ്പൊ ബ്രഹ്മവിചാരമേ ഉള്ളൂ. ജ്ഞാനം ഫുള്ളായിട്ട് ജ്ഞാനിയായിരിക്കുകയാണ്, പൂർണ്ണനാണ് ശിഷ്യൻ. അപ്പോ ആ വിഭൂതി ഉണ്ടായത്, ആ മഹിമ, ഏഷാ വിഭൂതി, ഇങ്ങനെയുള്ളൊരു മഹിമ. എന്ത് മഹിമ? സ്വാരാജ്യ, അവനവന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഞാൻ തന്നെ രാജാവ്. എന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഞാൻ ആരാണ്? എന്റെ രാജാവ്, അവനവന്റെ രാജ്യത്തിലെ രാജാവ്. എന്റെ രാജ്യം എന്റെ കയ്യിൽ തന്നെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവനവന്റെ രാജ്യം, അവനവൻ തന്നെ രാജാവ് എന്നുള്ളതാണ് സ്വരാജ്യം എന്ന് പറയുന്നത്. അവനവന്റെ രാജ്യം, അവനവൻ രാജാവ്. സാമ്രാജ്യം, എല്ലാത്തിൻ്റെയും അധികാരവും ഉടമസ്ഥതയും സ്വന്തം കയ്യിൽ. ഇതാണ് സാമ്രാജ്യം. അവനവന്റെ എല്ലാം ഫുള്ളായിട്ടുള്ള അധികാരം നമ്മളിൽ തന്നെ. അപ്പൊ എന്താണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്വരാജ്യം സാമ്രാജ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണോ ഇവിടെ ഉദ്ദേശിച്ചത്? അല്ലേ അല്ല. ഇവിടെ ഉദ്ദേശിച്ചത്
എൻ്റെ മനസ്സും ബുദ്ധിയും എല്ലാം എൻ്റെ അധീനത്തില്, മനസ്സും ബുദ്ധിയും എല്ലാം ഇപ്പോൾ എൻ്റെ അധീനത്തിലാണ് എന്നുറച്ചു പറയാണ്. എൻ്റെ മനസ്സും ബുദ്ധിയും എല്ലാം ഇപ്പോ എൻ്റെ അധീനത്തിനാണ്. നമുക്കിപ്പോ പറയാൻ പറ്റില്ല, കാരണം നമ്മളിപ്പോ അവരുടെ അധീനത്തിലാണ്, മനസ്സിന്റെ അധീനത്തിലാണ്. മനസ്സ് എന്ത് പറയുന്നു അത് നമ്മൾ ചെയ്യും, ബുദ്ധി എന്ത് പറയുന്നു അത് നമ്മൾ ചെയ്യും. അതല്ല ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ ഏതാ? ജ്ഞാനിയുടെ അവസ്ഥ എന്താണ്? മനസ്സും ബുദ്ധിയും ജ്ഞാനിയുടെ അധീനതയിലാണ്. ജ്ഞാനി എന്ത് പറയുന്നു അതേ മനസ്സ് കേൾക്കുള്ളൂ, അതേ ബുദ്ധി ചെയ്യുള്ളൂ. ബുദ്ധി അങ്ങനെ ഇന്ന രീതിയിൽ എന്ന് മനസ്സിനെ കൊണ്ട് ബുദ്ധിയെ നിയന്ത്രിക്കുന്നത് ജ്ഞാനി തന്നെയാണ്. നമ്മൾ നേരെ തിരിച്ച, നമ്മൾ ഇതിലേക്ക് എത്തണം. ഈ പറഞ്ഞ പോലെ മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിക്കാനുള്ള കഴിവുള്ള ആളായി മാറണം. മയാപ്രാപ്ത, എന്നാൽ സമ്പാദിക്കപ്പെട്ടത്, അതാണ് നമ്മുടെ പറഞ്ഞത്. വെറുതെ കിട്ടിയതല്ല. ഈ പറഞ്ഞ ഗുരു പറഞ്ഞ സാധന, ഗുരുവിന്റെ വാക്യം കേട്ട് ഗുരു പറഞ്ഞ സാധനകളൊക്കെ ചെയ്ത് എന്നാൽ സമ്പാദിക്കപ്പെട്ടതാണ്. എന്ത്? മനസ്സും ബുദ്ധിയും എൻ്റെ അധീനതയിൽ ആയത് ഞാൻ തന്നെ സമ്പാദിച്ചതാണ്. എങ്ങനെ? ഗുരുവാക്യം അനുസരിച്ച്, ഗുരു ഉപദേശം സ്വീകരിച്ച് അതുപോലെ പ്രവർത്തിച്ച് ഇപ്പോ മനസ്സും ബുദ്ധിയും എൻ്റെ അധീനതയിൽ ആണ്. നമ്മളൊക്കെ സാധാരണ പറയുമ്പോ ഇവിടെ ഒരു ഉദാഹരണം പറയാം. ഒരാൾ പറഞ്ഞു, ഞാൻ മനസ്സിന്റെ പുറകെ പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിന്റെ പുറകെ പോവുകയാണ് എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു, അല്ലല്ല, ഞാൻ ഇന്ദ്രിയങ്ങളുടെ പുറകെയാണ് എന്ന് പറഞ്ഞു. ആദ്യം എന്താ പറഞ്ഞേ? ഞാൻ മനസ്സിന്റെ പുറകെയാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഞാൻ ഇന്ദ്രിയങ്ങളുടെ പുറകെയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇന്ദ്രിയങ്ങളാണ് മനസ്സിനെ വലിക്കുന്നത്. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും മനസ്സിനെ പിടിച്ചു വലിക്കും ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ പുറകെയാണ്. ഓരോരോ കാര്യങ്ങളെ കാണുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ പുറകെ വരും മനസ്സ്. ഇന്ദ്രിയങ്ങൾ അതിനെ ആഗ്രഹിക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് പിടിച്ചു വലിക്കും. അപ്പൊ മനസ്സ് അങ്ങോട്ട് പോകും. പിന്നെ പറഞ്ഞു, അല്ലല്ലല്ലല്ല, ഞാൻ വസ്തുക്കളുടെ പുറകെയാണ്. ശരിയല്ലേ? ആരാ ഇന്ദ്രിയങ്ങളെ വലിച്ചേ? പല പല വസ്തുക്കൾ മുന്നിൽ കാണുമ്പോ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുകയും സ്പർശിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് വേണമെന്നൊരു തോന്നൽ വരുന്നത് ആരാണ്? ആ വസ്തുക്കളാണ് ആ തോന്നൽ നമ്മളിൽ ഉണ്ടാക്കുന്നത്. അതിനോട് ഭ്രമം നമുക്ക് വരുന്നു വസ്തുക്കളോട്. അപ്പൊ പറഞ്ഞു വന്നപ്പോ എന്തായി? മനസ്സ് ആദ്യം പറഞ്ഞു, പിന്നെ ഇന്ദ്രിയങ്ങളെ പറഞ്ഞു, പിന്നെ മുമ്പിലുള്ള വസ്തുക്കളെ പറഞ്ഞു. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. വസ്തുക്കൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ പിടിച്ചു വലിക്കും, ഇന്ദ്രിയം മനസ്സിനെ പിടിച്ചു വലിക്കും. അങ്ങനെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ജ്ഞാനിയോ അങ്ങനെയൊന്നല്ല. ജ്ഞാനിക്ക് മനസ്സും ഇന്ദ്രിയമൊക്കെ ജ്ഞാനിയുടെ കൺട്രോളിലാണ്. ജ്ഞാനി പറയുന്നതേ ചെയ്യുള്ളൂ. ഇപ്പൊ അങ്ങോട്ട് പോകണം, പെട്ടെന്നൊരു കാഴ്ച കണ്ടു, അത് എന്തോ ഒരു കാഴ്ച പെട്ടെന്ന് അത് കണ്ടുകൊണ്ട് നിൽക്കണം, നല്ലതല്ലാണ്ടത് കാഴ്ച, അത് കണ്ടുകൊണ്ട് നിൽക്കണം എന്ന് മനസ്സ് പറഞ്ഞാൽ ജ്ഞാനി പറയില്ല, കണ്ണടയ്ക്കും, നമുക്കത് കാണേണ്ട കാര്യമില്ല. ഒരു ആൾക്കാർ ചീത്ത വിളിച്ച് ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് മനസ്സ് തോന്നിയാൽ ജ്ഞാനി പറയും, പോണ്ട, അത് നല്ലതല്ല, നമുക്ക് സത്സംഗമേ പാടുള്ളൂ, ദുസ്സംഗം പാടില്ല, അങ്ങോട്ട് പോണ്ട എന്ന് പറയും. എന്തെങ്കിലും ഒരു കാര്യം കണ്ടു, അല്ലെങ്കിൽ ഒരാൾ ചീത്ത വിളിച്ചാൽ, അപമാനിതനായാൽ പറയും, സാരമില്ല, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, നമ്മൾ അതിനെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, പറയുന്നവർ പറഞ്ഞോട്ടെ. ഇങ്ങനെ മനസ്സിനെ ബുദ്ധിയെയും ഒക്കെ അവനവന്റെ കൺട്രോളിൽ വെക്കുന്ന ആളാണ് ജ്ഞാനി. അപ്പോ സാധാരണ മനുഷ്യൻ എങ്ങനെയാണ്? വസ്തുക്കളുടെ പുറകെ പോകും, വസ്തുക്കള് കണ്ട് മോഹിതരാവും, ഇന്ദ്രിയങ്ങൾ അതിന്റെ പുറകെ പോവും, ഇന്ദ്രിയങ്ങൾ മനസ്സിനെയോട് പറയും അത് വേണം ഇത് വേണമെന്ന് പറയും, മനസ്സും അതിന്റെ പുറകെ പോവും, പ്രവൃത്തികൾ അതിന്റെ പുറകെ പോവും, അങ്ങനെയാവും. ഇവിടെ ശിഷ്യൻ ഇതെല്ലാം ജയിച്ചു വന്നിരിക്കുകയാണ്. ശിഷ്യൻ ഇതിനകത്തൊന്നും പെടത്തില്ല. ശിഷ്യൻ ഇവിടെ ജയിച്ച ആളാണ്. പക്ഷേ ജയിച്ചു എന്ന അഹങ്കാരം ഇല്ല. അഹങ്കാരം, ജ്ഞാനിയായപ്പോ അഹങ്കാരം പോയല്ലോ. അതുകൊണ്ടല്ലേ കർമ്മബന്ധങ്ങളെല്ലാം അവിടെ ഒഴിവായത്. സഞ്ചിത കർമ്മങ്ങളും അത് ഇതൊന്നുമില്ല. ഞാൻ എന്നുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ അതൊക്കെ വരുള്ളൂ, അതില്ലെങ്കിൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ ഞാൻ എന്നൊരു സംഭവം അവിടെ ഇല്ല. അപ്പോ അഹങ്കാരമില്ലാത്തതുകൊണ്ട് ഇതിനെല്ലാം ജയിച്ചിരിക്കുകയാണ്. ഈ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും എല്ലാം ജയിച്ചിരിക്കുകയാണ്. ഞാൻ എന്ന അഹങ്കാരമേ ഇല്ല. എന്നിട്ട് ശിഷ്യൻ പറയുന്നു, അഹങ്കാരമേ ഇല്ലാത്തൊരവസ്ഥ, ഒട്ടും മനസ്സിലൊന്നുമില്ല അഹങ്കാരം. അപ്പൊ പറയുന്നു, ഭവത്കൃപ ശ്രീ മഹിത പ്രസാദാത്. ഭവത്കൃപ ശ്രീ മഹിത
പ്രസാദാത് എന്നാണ് അടുത്ത വാക്ക്. ഇങ്ങനെ തുടങ്ങിയത് സ്വാരാജ്യ സാമ്രാജ്യ വിഭൂതിരേഷാം ഭവത് കൃപാശ്രീ മഹിത പ്രസാദാത്. ഭവത് കൃപാശ്രീ. അപ്പൊ എന്താണ് ഭവത്? അങ്ങയുടെ കൃപ. ഒരു പ്രവൃത്തി ഒരാൾ ചെയ്യണമെങ്കിൽ അതിന്റെ പുറകിൽ എന്തായിരിക്കും? അതിനോടുള്ളൊരു രാഗം, അതിനോടുള്ളൊരു കാമം, ഒരു ആഗ്രഹമായിരിക്കും ഒരു പ്രവൃത്തി ചെയ്യുന്നതിന്റെ പുറകില്. ഒരാളൊരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അതിനോടൊരു രാഗം വേണം, അതിനൊരു കാമം വേണം, ഒരു ആഗ്രഹം. ഇവിടെ ഗുരു ശിഷ്യന് ഉപദേശം കൊടുക്കുന്ന പ്രവൃത്തിയില് ഏർപ്പെടാനുള്ള കാരണം ഗുരുവിന്റെ ഒരു രാഗമോ കാമമോ ഒക്കെയാണോ? അല്ല. ഗുരുവിന്റെ ഒരു ആഗ്രഹം ആണോ? അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ആഗ്രഹമാണോ? അതൊന്നുമല്ല. ഇവിടെ ഇയാളുടെ ഒരു പ്രത്യേക ഒരു സ്നേഹമാണോ? ഒരു എനിക്ക് പഠിപ്പിച്ച് പേരും പ്രശസ്തി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമാണോ? അല്ലെങ്കിൽ എൻ്റെ ശിഷ്യൻ ഗംഭീരനാവണം, എൻ്റെ പേര് ശിഷ്യനിൽ കൂടി അറിയപ്പെടണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമാണോ? അങ്ങനെയൊന്നുമല്ല ഈ ഗുരുവിന്. പരമഗുരുവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? കൃപ. ഇവിടെ കൃപയാണ്, ഗുരുവിന്റെ കൃപയാണ് ഇവിടെ ഉപദേശം കൊടുക്കാൻ കാരണം. ഗുരുവിന് നമ്മളിലൂടെയൊക്കെയുള്ള കൃപ, സാക്ഷാൽ ശ്രീ ശങ്കര ഭഗവത്പാദർക്ക്, ശങ്കരാചാര്യ സ്വാമികൾക്ക് നമ്മളോടെല്ലാമുള്ള കൃപയാണ് ഈ വിവേക ചൂടാമണിയായിട്ട് നമ്മളിലേക്ക് എത്തിയത്. അദ്ദേഹത്തിന്റെ കൃപ. എല്ലാവരും ഈശ്വര സാക്ഷാത്കാരം നേടണം, ഏവരും അന്തിമ ലക്ഷ്യത്തിലേക്ക് ചെല്ലണം, എല്ലാവരും സംസാര ദുഃഖത്തിൽ നിന്ന് കരകയറണം, എല്ലാവരും സംസാര സാഗരത്തെ താണ്ടണം, എല്ലാവരും മോക്ഷപദവിയെ പ്രാപിക്കണം, എല്ലാവരും മനസ്സമാധാനത്തോടെ ഇരിക്കണം, എല്ലാവരുടെ മനസ്സും പൂർണ്ണതയിലേക്ക് എത്തണം. ഇങ്ങനെയുള്ള ആ മഹാഗുരുവിന്റെ കൃപ, കരുണ, അദ്ദേഹത്തിന്റെ കരുണയാണ് ഈ ഉപദേശത്തിന് കാരണം. ശ്രീമഹിത, മഹിത്വമാർന്ന, വളരെ പെരുമയുള്ള, വളരെ മഹത്വമാർന്ന പ്രസാദാത്, അനുഗ്രഹത്താൽ. കൃപ, കരുണ, ശ്രീമഹിത, മഹത്വമാർന്ന പെരുമയുള്ള പ്രസാദാത്, അനുഗ്രഹത്താൽ. അങ്ങയുടെ മഹത്വമാർന്ന കരുണയാകുന്ന പ്രസാദത്താൽ, മഹത്വമാർന്ന കരുണയായ അനുഗ്രഹത്താൽ, മയാ പ്രാപ്ത, എന്നാൽ പ്രാപിക്കപ്പെട്ട. അല്ലെ, എന്താണ് എന്നാൽ പ്രാപിക്കപ്പെട്ടത്? ഈ മനോനില. എന്തു മനോനില? നേരത്തെ പറഞ്ഞ സ്വാരാജ്യ സാമ്രാജ്യ വിഭൂതി. അത് എവിടുന്ന് കിട്ടി? ഗുരുവിന്റെ കൃപയാൽ കിട്ടി. ഗുരുവിന്റെ മഹത്വമാർന്ന കൃപയാൽ, അനുഗ്രഹത്താൽ എനിക്ക് കിട്ടി. അങ്ങനെയുള്ള ആ ഗുരുവിന് ശ്രീ ഗുരവേ മഹാത്മനെ നമോ. ശ്രീ ഗുരവേ മഹാത്മനെ നമഃ. ശ്രീ ഗുരവേ മഹാത്മനെ നമഃ. എങ്ങനെയുള്ള ഗുരുവാണ്? കരുണ കൊണ്ട്, കരുണക്കടലായ ആ ഗുരുവിന്റെ അനുഗ്രഹത്താലാണ് എനിക്ക് നേടാൻ സാധിച്ചത്. അങ്ങനെയുള്ള ഗുരുവേ, മഹാത്മാവേ, അങ്ങയ്ക്ക് നമസ്കാരം. പിന്നെ വീണ്ടും പറയുന്നു, നമസ്തേസ്തു പുനഃ. വീണ്ടും നമസ്കാരം, വീണ്ടും നമസ്കാരം, വീണ്ടും വീണ്ടും നമസ്കാരം. ഒരു നമസ്കാരം കൊണ്ട് തീരുന്നില്ല അവിടെ, അത്രയും മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. ഈ മഹാഭാഗ്യം തന്ന ആ ഗുരുവിനോട് എത്ര നമസ്കരിച്ചാലും മതിയാവില്ല എന്ന് ശിഷ്യൻ പറയുകയാണ്. വീണ്ടും 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 നമസ്കാരം. നമോ നമസ്തേസ്തു പുനർനമോസ്തു. വീണ്ടും നമസ്കാരം. അപ്പൊ ആ 2 പ്രാവശ്യം പറയുമ്പോ തന്നെ അതിന്റെ ആ പ്രാധാന്യം മനസ്സിലാക്കാലോ. എത്രമാത്രം അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ജ്ഞാനമാണ് കിട്ടിയിരിക്കുന്നത്. അതും ഗുരുവിന്റെ കരുണയാലാണ്. ഗുരുവിന്റെ കരുണയാണ്, ഗുരുവിന്റെ കൃപയാണ് അതിന് കാരണം. അങ്ങനെ ആ ഗുരുവിന്റെ കൃപയിൽ കൂടി ആ ഉപദേശങ്ങൾ കിട്ടിയതിനാൽ എനിക്ക് ഇന്നത്തെ ഈ മാനസികാവസ്ഥയിൽ എത്താൻ സാധിച്ചു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ആ ഗുരുവിനെ നമസ്കരിക്കുകയാണ്. ഗുരുവിന്റെ കൃപയ്ക്ക് മുന്നിൽ നമസ്കാരം അർപ്പിക്കുന്നു. ഇനി ശിഷ്യൻ തന്റെ മനോനില പറഞ്ഞു. അപ്പോ അവസാനമായി ഗുരു ഒരു വാക്ക് ഇങ്ങോട്ട് പറയുകയാണ്. ഗുരു ഒരു കാര്യവും കൂടെ ഇങ്ങോട്ട് പറയുന്നു.
സ്വയമേവ സർവദ പശ്യൻ മന്യമാന സ്വമദ്വയം. ഇത് 2 വെർഷൻ ഉണ്ട്. സ്വമേവ എന്നും സ്വയമേവ എന്നുണ്ട്. ഞാൻ PDF ഇട്ടതിനകത്ത് സ്വമേവ എന്നുള്ളതാണ് ബുക്കില്. പക്ഷെ ഇവിടെ എൻ്റെ ഗുരു പറഞ്ഞത് സ്വയമേവ. സ്വയമേവ സർവദ പശ്യൻ മന്യമാന സ്വമദ്വയം സ്വാനന്ദമനുഭുഞ്ജാന കാലം നയ മഹാമതേ. സ്വമേവ സർവദ എന്നാണ് ബുക്കിലുള്ളത്. സ്വയമേവ സർവദ പശ്യൻ മന്യമാന സ്വമദ്വയം സ്വാനന്ദമനുഭുഞ്ജാന കാലം നയം മഹാമതേ. ഗുരു പറയുന്നത് എന്താ ഗുരു പറയുന്നത് നോക്കാം നമുക്ക്. കാലം നയ മഹാമതേ. കാലം നയിക്കുക അല്ലെ? കാലം നയ മഹാമതേ. മഹാമതേ എന്നാ ശിഷ്യനെ വിളിക്കുന്നത്. എന്തൊരു ഭാഗ്യമാണ് ആ ശിഷ്യന്റെ. ഗുരു എങ്ങനെയാ വിളിക്കണേ ശിഷ്യനെ? മഹാമതേ, വലിയ ജ്ഞാനം ലഭിച്ചവനെ. ഗുരുവിന് മനസ്സിലായി ഇവൻ അത്രയും ജ്ഞാനി ആയിക്കഴിഞ്ഞു എന്നുള്ളത് ഗുരുവിന് മനസ്സിലായി. ഗുരുവിന് അറിയാലോ, പഠിപ്പിച്ചു കഴിയുമ്പോൾ ഗുരുവിന് അറിയാം അവന്റെ മാനസിക നില. ഇപ്പൊ അവൻ ഇങ്ങോട്ട് പറഞ്ഞ മാനസിക നില അനുസരിച്ചത് വെറുതെ പറയുന്നതല്ലെന്നും അഹങ്കാരം ലവലേശമില്ലാത്ത ഒരാളായി മാറിക്കഴിഞ്ഞു ശിഷ്യൻ. ആ ബ്രഹ്മപദത്തിലേക്ക് എത്തിക്കഴിഞ്ഞു, ജീവബ്രഹ്മ ഐക്യത്തിലേക്ക് എത്തി എന്ന് ഗുരുവിന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടില്ല. അപ്പൊ പറഞ്ഞു മഹാമതേ, വലിയ ജ്ഞാനം ലഭിച്ചവനെ, കാലം നയ, ഇങ്ങനെ നീ നിന്റെ കാലം കഴിക്കൂ. എങ്ങനെ? ഈ പൂർണ്ണ മനസ്സില് ഇനിയൊരു ആഗ്രഹവുമില്ലാത്തവനായി, എല്ലാവർക്കും ഉപദേശം കൊടുക്കുന്നവനായി, ധർമ്മചാരിയായി. 3 കാര്യങ്ങളുണ്ടല്ലോ ശിഷ്യനില്. അതുകൊണ്ടാണല്ലോ ജ്ഞാനം ലഭിച്ചത്. എന്തൊക്കെയാണ്? മന ഏകാഗ്രത വന്നു, മനഃശുദ്ധി വന്നു, മനവിശാലത വന്നു. ഇത് 3ഉം വന്നപ്പോ എന്തായി? പൂർണ്ണ സംതൃപ്തനായി. പൂർണ്ണ സംതൃപ്തിയാണ് മോക്ഷം. ഇനി ഒന്നും നേടാനില്ല, എല്ലാം ഒന്നും ആഗ്രഹിക്കുന്നില്ല. സംതൃപ്തി, പൂർണ്ണ സംതൃപ്തി. ആ ഒരു മനോനിലയിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ അവിടെ അഹം ഇല്ല, എനിക്ക് എന്നുള്ളൊരു സംഗതി ഇല്ലല്ലോ. എന്തെങ്കിലും ആഗ്രഹം വരുമ്പോഴാണല്ലോ എനിക്ക് എന്നുള്ളിരുന്നേ. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഈ പ്രാരബ്ധം മൂലം ശരീരം കിട്ടിയിട്ടുണ്ട്. ഈ ശരീരം വീഴുന്നത് വരെ ഈ ശരീരത്തിനകത്തിരിക്കും. അത് കഴിഞ്ഞാൽ ഇനി വേറെ ഒരു ഉടുപ്പിടില്ല, വേറെ ഒരു ശരീരം സ്വീകരിക്കേണ്ടി വരില്ല. ആ സാക്ഷാൽ ബ്രഹ്മമായിട്ട് തന്നെ ഇവിടെ നിലനിൽക്കും, ആത്മാവായി നിലനിൽക്കും. ആത്മാവായ ഞാൻ, ആത്മാവായ ആ ശിഷ്യൻ ഒരു കാരണം കൊണ്ട് സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവുമായി വരില്ല. കാരണം എന്നൊന്ന് ഇപ്പോ അവിടെ ഇല്ല. കാരണ ശരീരം ഇല്ലാതെ കണ്ടാവും. ഓൾറെഡി ആയി എന്ന് തന്നെ പറയാം. എന്താ വെച്ചാൽ വാസനകളെല്ലാം ക്ഷയിച്ചു, ഒരു വാസനകളും ഇല്ല. വാസനാക്ഷയമാണ് കാരണശരീരം ഇല്ലാതാകുന്നതിന്റെ കാരണം. വാസനാക്ഷയം ഇല്ലെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് വരേണ്ടി വരില്ല. വാസനാക്ഷയം ഇല്ലാതെ ആയി, അഹങ്കാരവും പോയി കഴിഞ്ഞാൽ എന്തായി? സഞ്ചിത കർമ്മവും എല്ലാ കർമ്മങ്ങളും, കംപ്ലീറ്റ് കർമ്മങ്ങളും പോയി. അപ്പൊ കർമ്മഫലം അനുഭവിക്കാനായിട്ട് ശരീരം എടുക്കേണ്ടതായ കാര്യം വരില്ല. അപ്പൊ അങ്ങനെ കാലം നയാ മഹാമതേ, നീ ഇനിയുള്ള കാലം ഇങ്ങനെ ജ്ഞാനിയായിട്ട് ജീവബ്രഹ്മ ഐക്യത്തോടുകൂടി, എല്ലാം ഒന്ന് എന്ന സങ്കല്പത്തോടുകൂടി, ഞാൻ വേറെയല്ല, നീ വേറെയല്ല, മറ്റുള്ളവർ വേറെയല്ല എന്നുള്ള, എല്ലാം ഞാൻ തന്നെ എന്നുള്ള ആ മാനസികാവസ്ഥയില് നീ ഇനി കാലം കഴിക്കൂ. സ്വയമേവ സർവത പശ്യൻ. ഭംഗിയായിട്ട് പറഞ്ഞിരിക്കണോടാ ആചാര്യസ്വാമികൾ. സ്വയമേവ സർവത പശ്യൻ. സ്വയമേവ, തന്നെ തന്നെ എല്ലായിടത്തും കണ്ടുകൊണ്ട്, കാണുന്നതെല്ലാം ഞാൻ തന്നെ. എന്താണ് കാരണം? ആത്മാവല്ലാതെ ഇവിടെ ഒന്നുമില്ല. അനാത്മാക്കളെ എല്ലാം നിരാകരിച്ചു. ആത്മാ മാത്രമേ ഉള്ളൂ. ഇവിടെ ഉണ്ടായത്, ഈ പ്രപഞ്ചം ഉണ്ടായത് തന്നെ ഈശ്വരനിൽ നിന്നാണ്, ബ്രഹ്മത്തിൽ നിന്നാണ്. അപ്പൊ ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായതെല്ലാം ബ്രഹ്മം തന്നെ.
അതിന് പല നാമരൂപങ്ങൾ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. അത് ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പൊ ഞാൻ എൻ്റെ മുമ്പിൽ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെ. സർവത പശ്യൻ സ്വയമേവ. ഞാൻ ആരാണ്? ഞാൻ ഈ ശരീരമല്ല, സൂക്ഷ്മ ശരീരമല്ല, കാരണ ശരീരമല്ല. പിന്നെ ഞാൻ ആരാണ്? ഞാൻ ആത്മാ എന്ന ആ സ്വയം ജ്യോതി, ആ അറിവ്, ഞാൻ 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 എന്നെന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ചിത് ഉണ്ട് എന്ന സത്, ചിത് എന്ന ജ്ഞാനം. അപ്പൊ സച്ചിത് ആണ് ഞാൻ. ഞാൻ ആനന്ദസ്വരൂപനാണ്. ഞാൻ എപ്പോഴും ആനന്ദത്തിലിരിക്കുന്നു. കാരണം എനിക്ക് ദുഃഖമില്ല. ദുഃഖം വരുന്ന എപ്പോഴാ? എന്തെങ്കിലും ആഗ്രഹങ്ങൾ വരികയും കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കർമ്മപരമായിട്ട് മനസ്സിന് മറ്റുള്ള കാര്യങ്ങളിൽ മനസ്സിനെ വ്യാപരിപ്പിക്കുമ്പോ, എന്റേത് എന്നുള്ളൊരു കാര്യം വരുമ്പോ അങ്ങനെയൊക്കെയല്ലേ ദുഃഖം വന്ന് വിടുന്നേ. അതൊന്നുമില്ല ഇവിടെ. എന്റേത് എന്നുള്ളൊരു സംഭവമേ ഇല്ല. കാരണം ഞാൻ ആത്മായാണ്. എന്റേത് എന്ന് പറഞ്ഞാൽ അവിടെ അനാത്മാ വന്നു. അതൊന്നുമില്ല ഇവിടെ. അഹങ്കാരമെല്ലാം പോയി. എന്താ പറയാ? പൂർണ്ണാവസ്ഥയിൽ എത്തിയിരിക്കുക. അങ്ങനെ എത്തിയിരിക്കുമ്പോ എന്താ കാണുന്നേ? സ്വയം ഏവ സർവത പശ്യൻ. തന്നെ തന്നെ എല്ലായിടത്തും കണ്ടുകൊണ്ട്, മന്യമാന ചിന്തിച്ചുകൊണ്ട്. എന്താണ് ചിന്തിക്കുന്നത്? സ്വ അദ്വയം, അവനവനെ രണ്ടൊന്നില്ലാത്തതായി. അവനവനെ രണ്ടൊന്നില്ലാത്തതായി. ഗുരു വേറെ ഇല്ല, അവനോ വേറെ ഇല്ല. ഇപ്പൊ ഇദ്ദേഹത്തിന് എന്താ, ഈ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗുരുവും ഞാൻ തന്നെ, ശിഷ്യനും ഞാൻ തന്നെ, ഈശ്വരനും ഞാൻ തന്നെ, കാണുന്ന പ്രപഞ്ചമെല്ലാം ഞാൻ തന്നെ, മുമ്പുള്ള ജീവികളെല്ലാം ഞാൻ തന്നെ, ജീവന്മാരെല്ലാം ഞാൻ തന്നെ, എല്ലാം 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 ഞാൻ തന്നെ, എല്ലാം 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 ആത്മ. അപ്പൊ ഒന്ന് രണ്ടൊന്നില്ല. ഇതാണ് അദ്വൈതം. ശങ്കരാചാര്യസ്വാമികൾ പറയുന്ന അദ്വൈതം ഇത് തന്നെയാണ്. രണ്ടെന്നൊന്നില്ല. സ്വയമേവ സർവത പശ്യൻ, എല്ലായിടത്തും അവനവനെ കണ്ടുകൊണ്ട്, മന്യമാനഹ ചിന്തിച്ചുകൊണ്ട്. എങ്ങനെ ചിന്തിച്ചുകൊണ്ട്? സ്വ അദ്വയം, അവനവനെ രണ്ടൊന്നില്ലാത്തതായി ചിന്തിച്ചുകൊണ്ട്. സ്വ ആനന്ദം അനുഭുഞ്ചാന, സ്വാനന്ദം അനുഭുഞ്ചാന, സ്വ ആനന്ദം അനുഭുഞ്ചാന, അവനവനിലെ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ട്. അവനവനിലെ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ട്. നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ഈ ആനന്ദം ആനന്ദം എന്ന് പറയുമ്പോൾ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ചാടിത്തുള്ളലും എന്തെങ്കിലുമൊക്കെ പ്രകടനങ്ങളാണ് ആനന്ദം എന്നാണ് നമ്മുടെ വിചാരം, അല്ലെ? എന്താ കാരണം വെച്ചാൽ നമ്മൾ ഈ കണ്ടിരിക്കുന്നത് ഭൗതിക സന്തോഷം വരുമ്പോൾ പലരും അത് പ്രകടിപ്പിക്കുന്നത് ശരീരത്തിന്റെ ചലനങ്ങൾ കൊണ്ട്. അങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. വലിയ സന്തോഷം വരുമ്പോൾ ചാടിത്തുള്ളുക, നല്ല പാട്ടൊക്കെ കേൾക്കുമ്പോൾ ചാടിത്തുള്ളുക, പെട്ടെന്ന് ഒരു വിജയം വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് ചാടിത്തുള്ളുക. അപ്പൊ പെട്ടെന്ന് തന്നെ ഈ ശരീരത്തെ ചലിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആനന്ദം എന്നൊരു തോന്നല് നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. സുഖമായി ഉറങ്ങി എന്നുള്ള ആ ആനന്ദമുണ്ടല്ലോ, അവിടെ ഒന്നും നടക്കുന്നില്ലല്ലോ. ശരീരത്തെ ചലിപ്പിക്കുന്നില്ല, ചാടുന്നില്ല, എഴുന്നേൽക്കുന്ന ഇനി അല്ല എന്തെങ്കിലും പാനീയങ്ങൾ കുടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മധുരപലഹാരങ്ങൾ കഴിക്കുക സന്തോഷം വരുമ്പോ. ഇതൊന്നും ആ തുരിയാവസ്ഥയിലുള്ള, ആ ജാഗ്രത സുസുപ്തിയിലുള്ള ആ സുഖമായി എന്ന് പറയുന്ന അവസ്ഥയിൽ ഇതൊന്നും വരുന്നില്ല. പക്ഷെ അവിടെയും ഞാൻ എന്നുള്ളത്, ഞാൻ സുഖമായി ഉറങ്ങി എന്നറിയുന്നത് കൊണ്ട് അതിനെ മോക്ഷാവസ്ഥയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കാത്തതും മനസ്സൊന്നും പ്രവർത്തിക്കാത്തതും ആയ രണ്ടൊന്നില്ലാത്തൊരവസ്ഥ അവിടെ തോന്നിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എന്നുള്ള, ഞാൻ സുഖമായി എന്ന് പറയുന്നത് കൊണ്ട് അതിനെ ഉണരുമ്പോൾ അതിനെ നമുക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോ ആനന്ദം എന്ന് പറഞ്ഞാൽ പൂർണ്ണ സംതൃപ്തി എന്നേ ഉള്ളൂ. അല്ലാതെ ചാടിത്തുള്ളുക അതൊന്നും ആവശ്യമില്ല ഇവിടെ ആനന്ദത്തിന്. ആനന്ദത്തിന്റെ ഡെഫിനിഷൻ ശരിക്കും പറഞ്ഞാൽ ഇതാണ്: വേറെ ദുഃഖങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ ആനന്ദമായി. സുഖം എന്ന് പറഞ്ഞ് പ്രത്യേകം നമ്മൾ ഈ കാണുന്ന ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ ഒരു സുഖം ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ സുഖം എന്ന് വിചാരിക്കുന്നത് എന്താ? ഒരു ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടുമ്പോൾ സുഖം, ഇഷ്ടമുള്ള ഒരു കാഴ്ച കാണുമ്പോൾ സുഖം, ഇഷ്ടമുള്ള ഒരു ഗന്ധം അനുഭവിക്കുമ്പോൾ സുഖം. ഇങ്ങനെയാണ് നമ്മൾ സുഖത്തെ നമ്മൾ വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്നത്. ആ സുഖം തന്നെയാണ് അതെപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നാൽ ആനന്ദം എന്നൊരു വിചാരമാണ് നമുക്ക്. പക്ഷെ ഇന്ദ്രിയങ്ങൾക്ക് എത്ര കാലം അങ്ങനെ സുഖം തരാൻ പറ്റും?
എത്ര കാലം സാധിക്കും ഇന്ദ്രിയത്തിന് സുഖം തരാൻ? കുറച്ചു കാലമേ സാധിക്കുള്ളൂ, ഇല്ലേ? ഇന്ദ്രിയങ്ങൾ ശോഷിക്കും. ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കും തോറും ഇന്ദ്രിയങ്ങളുടെ കഴിവ് കുറഞ്ഞു പോകും. അങ്ങനെയാണല്ലോ സൃഷ്ടി, ഇല്ലേ? നമ്മൾ യൗവനം കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് വരുംതോറും ഇന്ദ്രിയങ്ങളൊക്കെ ശോഷിച്ചു തുടങ്ങി. കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു തുടങ്ങി, പല്ലു കൊഴിഞ്ഞു തുടങ്ങി, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് വന്നു തുടങ്ങി, ദഹനം കുറഞ്ഞു തുടങ്ങി, ശബ്ദം കേൾവി കുറഞ്ഞു തുടങ്ങി. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് നിരന്തരമായിട്ടുള്ള സുഖത്തെ തരാൻ പറ്റില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതല്ല സുഖം എന്ന് നമ്മൾ അറിയണം. എന്താണ് സുഖം? ഒന്നിനോടും ആഗ്രഹമില്ലാതിരിക്കൽ, ഒന്നും വേണമെന്നുള്ള തോന്നലില്ലാതിരിക്കൽ, അതിൽ നിന്നെല്ലാമുള്ള മുക്തി. അപ്പോഴാണ് പൂർണ്ണത. മനസ്സിലൊന്നുമില്ല, മനസ്സ് ക്ലീൻ. ആ സ്ലേറ്റ് ക്ലീൻ ആക്കി തുടച്ചു വെക്കാന്ന് പറയില്ല എന്ന് പറഞ്ഞ മാതിരി മനസ്സ് ക്ലീൻ ആയിരിക്കുന്നു. ആ ഒരവസ്ഥയാണ് ആനന്ദം. അല്ലാതെ സുഖം, ഭൗതിക സുഖത്തിന്റെ ഒരു കൂട്ടമല്ല ആനന്ദം. ഇവിടെ അങ്ങനെ ആനന്ദത്തോടു കൂടിയ അവനവനിലെ സ്വയം ആനന്ദം, അല്ലേ? നമ്മൾ വയസ്സായ പ്രത്യേകിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അവനവൻ ഒറ്റക്കിരുന്ന് സുഖമായിരിക്കാൻ പഠിക്കണം. ആരെയും ആശ്രയിച്ചിരിക്കാൻ പഠിക്കരുത്. എന്റെ കൂടെ ആരെങ്കിലും എപ്പോഴും വേണം. അത് ശാരീരിക അസ്വാസ്ഥ്യങ്ങളുടെ കാര്യത്തിലല്ല പറയുന്നത്. എനിക്ക് ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എന്നോട് എല്ലാവരും എല്ലാം സംസാരിക്കണം. എന്നോട് ആരും ഒന്നും പറയുന്നില്ല, എന്നെ ആരും നോക്കുന്നില്ല, എന്നെ ആരെയും കൊണ്ടുപോകുന്നില്ല. ഇതൊക്കെ അതൃപ്തിയാണ്. വെറുതെ ഇരുന്ന് ചുമ്മാ ഇരിക്കുമ്പോൾ സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. ആവശ്യമില്ലാത്ത ചിന്തകൾ അവിടെ വരേണ്ട കാര്യമില്ല. ഈശ്വരനെ കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ. എൻ്റെ ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ ഇനി എനിക്കൊരു ശരീരം വേണ്ട. ഇവിടെ വന്ന് ഈ സുഖദുഃഖങ്ങളൊന്നും എനിക്ക് അനുഭവിക്കാൻ ആഗ്രഹമില്ല. ഞാൻ എല്ലാം കൊണ്ടും സ്വതന്ത്രമായിരിക്കുന്നു. എനിക്ക് ഒന്നിനോടും ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. എൻ്റെ കുട്ടികൾ അവരെന്റെ എന്താ പറയാ, എൻ്റെ കർമ്മഫലമായിട്ട് എൻ്റെ ഗൃഹത്തിൽ വന്ന് ജനിച്ച് ഒരു ആത്മാക്കളാണ് അവരൊക്കെ. അവർക്ക് വേണ്ടതെല്ലാം ഞാൻ എൻ്റെ കടമയായിട്ട് ചെയ്തു തീർന്നിരിക്കുന്നു. ഇനി അവരുടേതായ ഓരോ ആത്മാവിനും അവൻ്റെതായ വഴിയുണ്ട്. അവൻ അങ്ങനെയല്ലേ, അവന്റെ കർമ്മഫലം അവൻ അനുഭവിക്കണമല്ലോ. അതിൽ കയറി നമ്മൾ ഇടപെടണ്ട. അവരവരുടെ കർമ്മഫലം അനുസരിച്ച് അവർ മുന്നോട്ട് പോയിക്കോളും. നമുക്കതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. എവിടെയെങ്കിലും സഹായം പറ്റുകയാണെങ്കിൽ സർവീസ് ചെയ്യുക, സഹായിക്കുക, അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ആരെയും ആശ്രയിക്കാതെ വെറുതെ ഇരിക്കാൻ പറ്റണം. പിന്നെ ശാരീരികമായിട്ട് അതിൽ ആശ്രയങ്ങളൊക്കെ വേണ്ടി വരും, അത് വേറെ കാര്യം. പക്ഷെ മനസ്സുകൊണ്ട് എപ്പോഴും ഈശ്വരൻ മാത്രമാണ് എൻ്റെ ആശ്രയം. ഞാൻ ഈശ്വരനിലാണ് ഇരിക്കുന്നത്. ടോട്ടൽ സറണ്ടർ ഞാൻ ചെയ്തിരിക്കുന്നു. എല്ലാം ഭഗവത് പാദത്തിൽ ഞാൻ വെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. പൂർണ്ണമായിട്ടും ഭഗവത് പാദത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ സർവസ്വവും ഞാൻ ഭഗവാന് സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ ഇനി ചെല്ലേണ്ടത് ആ ധാമത്തിലാണ്. സാക്ഷാൽ ഈശ്വരന്റെ ധാമത്തിൽ ഞാൻ ചെല്ലണം. എനിക്കിനി ഒരു ശരീരം വേണ്ട. ശരീരം വന്നു പെടാനുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഇനി ചെയ്യുന്നില്ല. എല്ലാ ബന്ധനത്തിൽ നിന്നും ഞാൻ മോചിതനായിരിക്കുന്നു. എന്റേത് എന്നൊരു സംഗതി എനിക്കില്ല. ഇവിടെ കിട്ടിയതെല്ലാം എനിക്ക് ഈശ്വരൻ തന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതെല്ലാം ഈശ്വരൻ തന്നതാണ്. ഇതൊന്നും ഞാൻ കൊണ്ടുപോകാൻ പോകുന്നില്ല. ഈശ്വരൻ എനിക്ക് തന്നു, എന്നെ ഇത്രയും കാലം വളർത്തി, എന്നെ ഇത്രയും ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ആ ഭഗവത് പാദത്തിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു വേണം ശരീരം വിടാൻ. അതിന് സാധിക്കണം. വെറുതെ ഇരിക്കുമ്പോൾ വേണ്ടാത്ത ചിന്തകളെല്ലാം ഒഴിവാക്കി, ആവശ്യമില്ലാത്ത ചിന്തകളെല്ലാം ഒഴിവാക്കി സന്തോഷമായിട്ടിരിക്കാൻ പഠിക്കണം, തൃപ്തനായിട്ടിരിക്കാൻ പഠിക്കണം. അപ്പൊ സ്വ ആനന്ദം അനുപുഞ്ചാനഹ, അവനവനിലെ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ സാധിക്കും, ഉറപ്പാണ്. കുറേശ്ശെയായിട്ട് ആരോടും മിണ്ടാതിരുന്ന്, വൈരാഗ്യത്തോടു കൂടിയല്ല, സ്വസ്ഥമായിട്ട് വെറുതെ ഇരുന്ന് ആ സുഖം ഒന്ന് അനുഭവിച്ചു നോക്കുക. വെറുതെ ഇരിക്കുക. ചിന്തകള് വരുന്നതിനൊക്കെ ഓടിച്ചു വിടുക. ഒന്നും ചെയ്യണ്ട. ആ ചിന്തയ്ക്ക് മറുപടി പറയണ്ട. ഒരു ചിന്ത വന്നു, അതിനെ മറുപടി പറയണ്ട, മിണ്ടാതിരിക്കുക. അടുത്ത ചിന്ത വന്നു, അതിനോട് മറുപടി പറയണ്ട. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ചിന്തകൾ വരാതിരിക്കും. ചിന്ത മറുപടി പറയുമ്പോഴേ ചിന്ത വരുള്ളൂ, അല്ലെങ്കിൽ ചിന്ത വരത്തില്ല. എന്തെങ്കിലും കിട്ടുമ്പോഴല്ലേ വരുള്ളൂ, അല്ലെങ്കിൽ വരില്ലല്ലോ. ചുമ്മാ ഒരാൾ നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും കിട്ടിയാലല്ലേ വരുള്ളൂ. ഒന്നും കൊടുത്തില്ലെങ്കിലോ ആദ്യം വരും, പിന്നെ വരത്തില്ല. 1 or 2 പ്രാവശ്യം വരും, പിന്നെ വരത്തില്ല. കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിലോ പിന്നെയും വരും. ചീത്ത പറയുകയാണെങ്കിലും വരും. അടുത്ത പ്രാവശ്യം ചീത്ത പറയില്ലായിരിക്കും എന്ന് വിചാരിച്ചു.
അപ്പൊ അത് രണ്ടും വേണ്ട. മൈൻഡ് ചെയ്യാതിരിക്കുക, മിണ്ടാതിരിക്കുക, അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയേ വേണ്ട. അതിനെക്കുറിച്ച് യാതൊന്നും ശ്രദ്ധിക്കണം. ആ ചിന്ത വന്നോട്ടെ പൊക്കോട്ടെ. ഇപ്പൊ ചുമ്മാ ഇരിക്കുമ്പോ മക്കളുടെ ചിന്ത വരും, അല്ലെങ്കിൽ മരിച്ചുപോയ അച്ഛൻ്റെ അമ്മയുടെ ചിന്ത വരും, അല്ലെങ്കിൽ അയൽവക്കക്കാരുടെ ചിന്ത വരും, അല്ലെങ്കിൽ രാവിലെ പത്രത്തിൽ കണ്ട വാർത്തയുടെ ചിന്ത വരും, അല്ലെങ്കിൽ യൂട്യൂബ് കാണുന്നതിന്റെ ചിന്ത വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗവത സപ്താഹം പറഞ്ഞതിന്റെ ചിന്ത വരും, അല്ലെങ്കിൽ ആരൊക്കെ നമ്മളെ പണ്ട് എപ്പോഴോ നമ്മളെ ചീത്ത പറഞ്ഞതിന്റെ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിനെയൊക്കെ മൈൻഡ് ചെയ്യാതെ വിടണം. അതിനെന്താണ് വഴി? നാമസ്മരണം. അവിടെയാണ് നമ്മൾ വന്ന് നിൽക്കുക. അവസാനം എന്താണ്? നാമസ്മരണം. ഇതിനൊക്കെ കഴുകിക്കളയാനുള്ള മാർഗം അതാണ്, നാമസ്മരണം. കാരണം നാമവും നാമിയും വേറെയല്ല. ഒരു നാമം ചൊല്ലുമ്പോ അത് ആ നാമി തന്നെയാണ്. നാരായണ എന്ന് ചൊല്ലുമ്പോ നമ്മുടെ ഉള്ളില് നാരായണ രൂപം നിറയണം. നമഃശിവായ എന്ന് പറയുമ്പോ നമ്മുടെ ഉള്ളില് സാക്ഷാൽ പരമേശ്വരന്റെ രൂപം ഉള്ളിൽ തെളിയണം. എന്നിട്ട് നമ്മൾ അവിടെയാണ്, നമ്മൾ ആ ഈശ്വരനിലാണ്, ഞാൻ നാരായണനിലാണ്, ഞാൻ പരമേശ്വരനിലാണ് എന്ന് ഉള്ളിൽ എങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. അപ്പൊ എന്തായിരിക്കും? സന്തോഷം അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഈശ്വരനെ ഒന്ന് കണ്ടാൽ കൊള്ളാന്ന്. കണ്ടാലുള്ള സന്തോഷം എന്തായിരിക്കും എന്ന് കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് അറിയാൻ പറ്റില്ല. പക്ഷെ കണ്ടാൽ എന്തായിരിക്കുന്നു നമുക്ക് ഊഹിക്കാമല്ലോ. എത്രമാത്രം സന്തോഷമായിരിക്കും ഭഗവാനെ ഒന്ന് കണ്ടാൽ എന്ന്. ആ സന്തോഷത്തിൽ ഇപ്പൊ കാണും, ഞാനിതാ കാണുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നാമം ചൊല്ലിയാൽ നമ്മുടെ ഉള്ളിൽ ആരായിരിക്കും? ആ ഭഗവത് സ്വരൂപം തന്നെയായിരിക്കും, സംശയമൊന്നുമില്ല. കാരണം ഉള്ളിലുള്ളത് ആരാ? വേറെ ആരുമല്ല, ആ സാക്ഷാൽ ചൈതന്യമാണ് ഉള്ളില്. ആ ഞാൻ തന്നെയാണ് ആ ചൈതന്യം. ഞാൻ ഈ ശരീരമല്ല, ഞാൻ അറിയുന്നു, ഞാൻ ഉണ്ട്. അപ്പൊ ഞാൻ പിന്നെ വേറെ എന്തിനാ അന്വേഷിക്കണ്ടേ? എനിക്ക് എന്നൊരു സംഭവം വരുമ്പോഴല്ലേ ഈ അന്വേഷണം വരുന്നത്. ഞാൻ മാത്രമാണെങ്കിൽ എന്ത് അന്വേഷണം? ഒന്നും വേണ്ട. ആ ഒരു ഉൾക്കാഴ്ചയിലേക്ക് എത്താൻ സാധിക്കണം. അവനവനിലെ ആനന്ദത്തെ അനുഭവിക്കണം. നേരത്തെ ഉണ്ടായിരുന്ന ആനന്ദങ്ങളൊക്കെ എന്താണ്? ഇപ്പൊ ഈ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളായിട്ട് എടുക്കാം ശിഷ്യനെ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയൊക്കെ പഠിച്ചിങ്ങനെ വന്നു, ഇപ്പൊ അതൊക്കെ മനസ്സിലാക്കിയപ്പോ ഇപ്പോൾ നമുക്കുള്ള ആനന്ദം എന്താണ്? ഈശ്വരനിൽ നിൽക്കുന്നൊരാനന്ദം അല്ലെ? ഭഗവാനിൽ നിറഞ്ഞു നിൽക്കുന്നൊരാനന്ദം. ഭഗവാനിൽ എന്ന് പറഞ്ഞാൽ സർവസ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നൊരാനന്ദം. മുമ്പിലുള്ളതെല്ലാം ഞാൻ തന്നെ, എല്ലാം ആത്മാ തന്നെ എന്നുള്ള ആനന്ദം. ആ ആനന്ദവും നേരത്തെ പായസം കുടിച്ചപ്പോഴുള്ള ആനന്ദവും, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടായപ്പോഴുള്ള ആനന്ദവും, അവരുടെ കല്യാണം കഴിപ്പിച്ചപ്പോഴുള്ള ആനന്ദവും, അത് രണ്ടും ഒന്നാണോ? അല്ല. ഇപ്പോഴുള്ള ആനന്ദം ഏതാണ്? സ്വ ആനന്ദം, അവനവനിലുള്ള ആനന്ദമാണ് ഇപ്പോ. മറ്റേത് അവനവനിലല്ല, പുറത്ത് പല കാര്യങ്ങൾ ചെയ്തപ്പോൾ വന്ന ഒരു ആനന്ദം, മനസ്സിന് വന്നൊരാനന്ദം, ഒരു സന്തോഷം. അത് നൈമിഷികമായിരുന്നു. കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ വലിയ സന്തോഷമായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നങ്ങളായി, അടിയായി, ഇടിയായി, ഡൈവോഴ്സായി, പ്രശ്നങ്ങളായി. എവിടെ പോയി സന്തോഷം? ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ അതൊന്നും നിലനിൽക്കുന്നതല്ല, ഒന്നും നിലനിൽക്കുന്നതല്ല. എല്ലാം വെറും ടൈംലി മാത്രം, കുറച്ചു കാലത്തേക്ക്. അതേസമയം അവനവനിലുള്ള ആനന്ദമോ, ഞാൻ ഈശ്വര സ്വരൂപം, ഭഗവാൻ എൻ്റെ ഉള്ളിലുണ്ട്, ഇല്ലേ? എങ്ങും പോകില്ലല്ലോ. എവിടെ പോകാനാ? ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റില്ല, ഭഗവാൻ ഇവിടെ തന്നെയാണ്. അപ്പോ ആ സ്വ ആനന്ദത്തെ തിരിച്ചറിയണം. വിഷയാനന്ദത്തിൽ നിന്ന് മാറിയിട്ടുള്ള ആ സ്വ ആനന്ദം, ഇപ്പോഴത്തെ ആനന്ദത്തെ, നേരത്തെ ഉണ്ടായിരുന്ന വിഷയാനന്ദത്തിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഈ ആനന്ദത്തെ സ്വാനന്ദമനുഭുഞ്ജാനഃ, അങ്ങനെയുള്ള വിഷയാനന്ദമല്ലാത്ത സ്വയം ഉള്ളിൽ ഉള്ള ആ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് കാലം നയ മഹാമതേ. അവസാനത്തെ നമ്മൾ ആദ്യം ഉപയോഗിച്ചു ആ വാക്ക്, കാലം നയ മഹാമതേ. എങ്ങനെ കാലം നയിക്കണം? അവനവനിൽ എല്ലാത്തിലും അവനവനെ ദർശിച്ചുകൊണ്ട്, എല്ലാ സന്തോഷവും എന്റെയാണെന്ന് കണ്ടുകൊണ്ട്, അവനവനില് ആത്മാനന്ദത്തെ അനുഭവിച്ചുകൊണ്ട്, എൻ്റെ ഉള്ളിലുള്ള ജ്യോതിസിലുള്ള ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ട്, ഞാനല്ലാതെ ഇവിടെ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എന്റേത് എന്നോ ഒരു മോഹമോ ഒരാഗ്രഹമോ ഒന്നുമുള്ളില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണ സംതൃപ്തമായിട്ട്
സമാധാനമായിട്ട് ഒന്നിനോടും ആഗ്രഹമില്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ സുഖമായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്ന് അങ്ങനെ കാലത്തെ നയിക്കുക മഹാമതേ, അല്ലയോ ശിഷ്യ, അല്ലയോ മഹാത്മാവേ, അല്ലയോ വലിയ ജ്ഞാനം ലഭിച്ച എന്റെ ശിഷ്യ, ഇങ്ങനെ നീ ഇനി നിന്റെ കാലം കഴിക്ക്. എങ്ങനെ കഴിക്കണം? സ്വാനന്ദമനുഭുഞ്ചാന, അവനവനിലെ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് കാലം നയ മഹാമതേ. മന്യമാനസ്വമദ്വയം, ഞാനല്ലാതെ വേറൊന്നുമില്ല ഇവിടെ. കാരണം ഞാൻ ആത്മാവാണ്, കാണുന്നതെല്ലാം ആത്മാവാണ്, എല്ലാം ഈശ്വരനിൽ നിന്ന് വന്നതാണ്, ഞാനും ഈശ്വരനിൽ നിന്നാണ്, ഞാനും ഈശ്വരൻ തമ്മിൽ വ്യത്യാസമില്ല. അഹം ബ്രഹ്മാസ്മി. തത്വമസി എന്ന് ആദ്യം പറഞ്ഞ നമ്മൾക്ക് നീ അത് തന്നെയാണെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ അഹം ബ്രഹ്മാസ്മി എന്ന് മനസ്സിലാക്കണം. ആ ശിഷ്യൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് ഇവിടെ വാക്ക്. അതുകൊണ്ടാണ് ഗുരുനാഥൻ പറയുന്നത് സ്വാനന്ദമനുഭുഞ്ചാന എന്ന് ഗുരുനാഥൻ പറയാൻ കാരണം ശിഷ്യന്റെ വാക്കുകളിൽ നിന്ന് അഹം ബ്രഹ്മാസ്മി എന്ന് അവനായി എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി എന്നും ഗുരുനാഥന് ബോധ്യമായി. അതുകൊണ്ടാണ് മഹാമതേ എന്ന് വിളിച്ച ശിഷ്യനെ, മഹാമതേ എന്ന ശിഷ്യനെ വിളിച്ച് കാലം നയ, ഇങ്ങനെ കാലം നയിക്കൂ. എങ്ങനെ? സ്വ ആനന്ദമനുഭുഞ്ചാന. തത്വോപദേശ ശേഷം ഈ ആത്മജ്ഞാനത്തെ ലഭിച്ച ആളുകളുടെ അവസ്ഥയെയാണ് നമ്മൾ ജീവൻ മുക്തന്മാർ എന്നും വിദേഹമുക്തി എന്നൊക്കെ നമ്മൾ പറയുന്നത്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കിയത്, അല്ലേ? ആനന്ദത്തിൽ, ഈ ശരീരത്തിൽ ആനന്ദത്തോടെ ഇരിക്കുക, വേറൊന്നുമില്ലാതെ ആത്മാനന്ദത്തിൽ ശരീരത്തിൽ ഇരിക്കുന്ന ആളാണ് ജീവൻ മുക്തൻ. അങ്ങനെയുള്ള ജീവൻ മുക്തൻ ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഇനിയൊരു ശരീരം എടുക്കില്ല. അപ്പോൾ ഈ ജീവൻ മുക്തൻ ആരായി? വിദേഹമുക്തനായി. രണ്ടല്ല. ജീവൻ മുക്തനാകാതെ വിദേഹമുക്തനാകാൻ പറ്റില്ല, ഒരിക്കലും സംഭവിക്കില്ല. അപ്പൊ ജീവൻ മുക്തനായിട്ടിരിക്കുന്നു. ശരീരം വിടുകഴിഞ്ഞപ്പോ വിദേഹമുക്തനായി, ഇനിയൊരു ദേഹം എടുക്കാത്ത രീതിയിൽ ആ ആത്മാ പരമാത്മാവിൽ ആയിട്ട് ചേർന്നിരിക്കുന്നു. അവിടെ രണ്ടില്ലല്ലോ. പിന്നെ ഈ ശരീരമാണ് ഇപ്പോ ഒരു തടസ്സമായിട്ടിരിക്കുന്നത്. ആ ശരീരം നശിക്കുന്നതാണ്, നശിച്ചു പോകും. ആ ആത്മാ ഇനിയൊരു ശരീരം എടുക്കില്ല. അത് അജ്ഞാനത്തിൽ നിന്ന് മോചിതനായിരിക്കും. അജ്ഞാനമാണ് ശരീരകാരണം. ആ അജ്ഞാനത്തിൽ നിന്ന് മോചിതനായിരിക്കും, ആനന്ദത്തിലിരിക്കും. ഇനി ഒരു 2 ശ്ലോകങ്ങളും കൂടി, 2-3 ശ്ലോകങ്ങളും കൂടി ആചാര്യസ്വാമികൾ ഇവിടെ പറയുന്നുണ്ട്. അത് ഇനിയുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് പറയാണ് ശിഷ്യനോട്. ശിഷ്യന് യാത്രയാകാനൊക്കെ ശിഷ്യൻ ഇനി ആ ഗുരുകുലത്തിൽ നിന്ന് പോണ്ടേ? ഗുരുവെല്ലാം ഉപദേശം എല്ലാം കഴിഞ്ഞല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഇനി 2-3 ശ്ലോകങ്ങളും കൂടിയുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം. എന്തായാലും മഹാഭാഗ്യം നമുക്ക് ഈ ഒരു വിവേക ചൂടാമണി ഇത്രയും ക്ലാസ്സുകൾ നമുക്കത് മുടങ്ങാതെ നോക്കാൻ സാധിച്ചു. ആ ഒരു ഗുരുനാഥന്റെ അനുഗ്രഹം തന്നെ, ആചാര്യസ്വാമികളുടെ അനുഗ്രഹം. എത്ര സുന്ദരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നെ. അറിയാൻ മേലാത്ത എത്രയോ കാര്യങ്ങൾ പറഞ്ഞു തന്നു. മനസ്സിനെ മുന്നോട്ട് നിയന്ത്രിച്ച് ഈ ജീവിതത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകാൻ ആ ശങ്കരാചാര്യ പരമഗുരു, അദ്ദേഹത്തിന്റെ അനുഭവം, അദ്ദേഹത്തിന്റെ അനുഗ്രഹം നമുക്ക് വരട്ടെ. അതേപോലെ ഇതിനെല്ലാം അവസരമൊരുക്കി തരുന്ന മഹാ ഗുരുവായ ബാബ ഇതിനൊക്കെ ഒരു അവസരം ഉണ്ടാക്കി തന്നത്, നമ്മളെ ഇങ്ങനെ പ്രചോദിപ്പിച്ചത്, നമ്മളിൽ ഈ പരിവർത്തനം ഉണ്ടാക്കിയ ആ മഹാഗുരു ബാബ, ഈശ്വരൻ തന്നെ ഗുരുവായി വന്ന് നമുക്ക് അനുഗ്രഹം തന്നിരിക്കുന്നു. ജീവിതത്തില് ഇതുപോലെ ഇനിയൊരു ജീവിതത്തിൽ ഇങ്ങനെ കിട്ടില്ല. ഈ ഒരു മനുഷ്യജന്മം കിട്ടുക, ആ മനുഷ്യജന്മം കിട്ടുന്ന സമയത്ത് സാക്ഷാൽ പരബ്രഹ്മം ഒരു ശരീരം എടുത്ത് മുന്നിൽ വരിക, ആ ശരീരം എടുത്ത് വന്നിട്ട് കോടി കോടി ജനങ്ങളിൽ വെച്ച് നമുക്ക് കുറച്ചു പേർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുക, ആ ഭഗവത് പാദങ്ങളെ ഗുരുവിന്റെ പാദങ്ങളായിട്ട് നമുക്ക് സ്വീകരിക്കാം. ഈശ്വരനെ ഗുരുവായിട്ട് കിട്ടുക എളുപ്പമല്ല, ഒരിക്കലും എളുപ്പമല്ല. സാക്ഷാൽ ജഗതീശ്വരൻ അർജുനന് കിട്ടി, ഇല്ലേ?
എന്നെ ഗുരു ശിഷ്യനായി സ്വീകരിച്ച് എനിക്ക് ഉപദേശം തരൂ എന്നല്ലേ പറഞ്ഞത്. അർജുനന് കിട്ടി ഭഗവാനെ ഗുരുവായിട്ട്. എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? വിതുരർക്ക് കിട്ടി. അങ്ങനെ കുറച്ച് എണ്ണാവുന്ന ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളൂ. ഇവിടെ ഭഗവാൻ നമ്മുടെ മുമ്പിൽ വന്നു, നമ്മൾ അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചു, അദ്ദേഹത്തിന്റെ കാലയളവിൽ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റി, നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. നമ്മുടെ ജീവിതവും ആ ജീവിതവും ഒരേ സമയം ഉണ്ടായിരുന്നു. ആ ഒരു അനുഗ്രഹം, അദ്ദേഹത്തിന്റെ കൃപ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ശങ്കരാചാര്യരുടെ കൃപ പോലെ ഓം ബാബയുടെ കൃപയും കൂടെയാണ് നമ്മളെ ഇതുവരെ മുന്നോട്ട് നയിച്ചത്, ഇനിയും നമ്മളെ നയിക്കുന്നത് തന്നെയായിരിക്കും. ആ കൃപ കൊണ്ട് നമുക്ക് ഈ സ്വാനന്ദം അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് പാദങ്ങളിൽ വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. 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 സായിരാം.